പുതുവത്സരാഘോഷം നടക്കാനിരിക്കെ സംസ്ഥാനം നാളെ പെട്രോൾ പമ്പുകളിൽ രാത്രി 8 മണി വരെ മാത്രം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, അങ്ങനെ ഒരു സംസ്ഥാന വ്യാപകമായി ഒരു തീരുമാനമെടുക്കത്തക്ക രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണോ സംഘടന? തീർച്ചയായിട്ടും അശ്മി, ഞാനിപ്പോൾ ഉള്ള പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഈ പമ്പിലടക്കം നടന്നിട്ടുണ്ട് അതിക്രമങ്ങൾ. രാത്രിയിൽ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ വരുന്ന ആളുകളൊക്കെ പലതരത്തിലാണ് ഇവിടുത്തെ ജീവനക്കാരോടും മറ്റും പെരുമാറുക. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാളെ, അതായത് പുതുവത്സര തലേന്ന് രാത്രി 8 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ഈ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ള പമ്പിലെ മാനേജർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നാളെ 8 മണി മുതൽ 6 മണി വരെ ഇല്ല. അതെ, നാളെ വൈകുന്നേരം 8 മണി തൊട്ടിട്ട് പിറ്റേ ദിവസം 1-ാം തീയതി രാവിലെ 6 മണി വരെ ക്ലോസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സുരക്ഷയുടെ ഭാഗമായിട്ടും പിന്നെ പല പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ തന്നെ അതിക്രമം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടായിട്ടുണ്ട്. അവർ ബോട്ടിൽ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം. എല്ലാവരും ഇതിനോട് ഐക്യപ്പെടുന്നുണ്ടല്ലേ ആ ഒരു തീരുമാനത്തോട്? അതെ, എല്ലാവരും ഐക്യപ്പെടുന്നുണ്ട്. അശ്മി, ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സൂചനാ പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് നാളെ ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് നാളെ രാത്രി 8 മണി മുതൽ, നാളെ ഇപ്പോൾ നമുക്കറിയാം പുതുവത്സര ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാടധികം ആളുകൾ നിരത്തിലിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ഇത് പ്രഖ്യാപിക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നാളെ രാത്രി 8 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെ ഈ പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കാൻ പറ്റില്ല. ഇതുകൂടാതെ അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടർച്ചയായി രാത്രികളിൽ പമ്പ് അടച്ചിടുന്ന നിലയിലേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. ആ തരത്തിലേക്ക് ഈ പ്രതിഷേധത്തെ മാറ്റാനാണ് ഇപ്പോൾ നിലവിലത്തെ തീരുമാനം. നമുക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം കൂടി ചോദിക്കാം. ഇതിനോട് എങ്ങനെയാണ്, അതായത് നാളെ ഇപ്പോൾ പമ്പ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരിതിനോട് റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, അപ്പോൾ നാളെ പുതുവത്സരത്തോടനുബന്ധിച്ച് നാളെ രാത്രി 8 മണി മുതൽ പമ്പ് ഉണ്ടാവില്ല രാവിലെ വരെ. അപ്പോൾ പെട്രോൾ അടിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ മുൻകൂട്ടി ഫുൾ ടാങ്ക് അടിച്ചു വെച്ചു. അല്ല, ഇവർക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ കൂടുന്നോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എന്താ? നല്ല കാര്യമാണ് അങ്ങനെ അടച്ചിടുന്നത്. ചേച്ചിമാരെ, ഇപ്പം രാത്രി നാളെ 8 മണിക്ക് ശേഷം ഇല്ല. ഇവിടെ ഒരുപാട് ഈ പമ്പുകളിലൊക്കെ അതിക്രമമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിനോട് തോന്നുന്നത്? അല്ല, അടച്ചിടുന്നത് തന്നെ നല്ലത്. എന്താ വെച്ചാൽ ഒന്നാമത് ന്യൂ ഇയർ ആണ്. ന്യൂറായിട്ട് പല ഇത് അപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ വ്യാപിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അതുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായ ആ തീരുമാനത്തിലേക്ക് പോകുന്നത്.